ഈ പുഴയും കടന്ന് പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയുടെ വിവാഹ നിശ്ചയം മുടങ്ങാണ്. അപ്പം ജയപാലനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് വിനീത്. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാലേ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ജയപാലനെ പറഞ്ഞു വിടുന്നുണ്ട്. അതുപോലെ ശാരദയ്ക്കും ജയപാലനോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടുവാണ്. അങ്ങനെ വിനീതാണെങ്കിൽ ഗംഗയെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ സുലോചനയ്ക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല വിനീതിൻ്റെ അമ്മയ്ക്ക്. അപ്പം ഈ വാർത്ത സുലോചന അറിയുന്നുണ്ട്. അറിഞ്ഞ സുലോചന അങ്ങോട്ട് എത്തുവാണ്. അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ സുലോചന ആദ്യം പറയുന്നത്, ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് സുലോചന ആദ്യം പറയുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അങ്ങനെ പറയാതെ സുലോചനെ, ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയാണ്. മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന്. അപ്പോൾ സുലോചന പറയാണ്, ഇനി എന്ത് വന്നാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഗംഗയെ നോക്കിയിട്ട് പറയാണ്, ഇവളുടെ മുടി മുതൽ നഖം വരെ ഇവള് വിഷമാണ്, ഇവളെ എൻ്റെ മോൻ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. ഇവളിവിടെ നിന്ന് പോയാലും കെട്ടാൻ സമ്മതിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ് സുലോചന. സുലോചനൻ്റെ തീരുമാനം എല്ലാവരുടെയും ആകപ്പാടെ വിഷമിപ്പിക്കുന്നുണ്ട്. അവസാനം ശാരദ പറയാണ്, നീ അങ്ങനെ പറയല്ലേ സുലോചനെ, എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാവും, നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറയാണ്. അവസാനം സുലോചനയുടെ കാല് പിടിക്കുകയാണ് ശാരദ. അപ്പം സുലോചനയ്ക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഇത് കാണുന്ന വിനീതിന് ആകപ്പാടെ സങ്കടമാവുന്നുണ്ട്. വിനീത് ഓടി വന്ന് ശാരദയെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ശാരദയാണെങ്കിൽ സുലോചനയുടെ കാലെ വീഴുമ്പം കാവേരിക്കും അതുപോലെ ഗംഗയ്ക്കൊക്കെ വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അതുപോലെ കാവേരിക്ക് ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ വിനീത് വന്ന് ശാരദയെ പിടിച്ചെണീപ്പിക്കുകയാണ്. അമ്മ എന്ത് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ചെണീപ്പിക്കുകയാണ്. അപ്പോൾ സുലോചന പറയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കാൻ തയ്യാറാവണം എന്നൊരു കാര്യം പറയാണ്. അപ്പം വിനീത് പറയാണ്, അമ്മ എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല, കാരണം ഗംഗയെ കല്യാണം കഴിക്കാൻ പോകുന്നത് തന്തയ്ക്ക് പിറന്ന ഒരുത്തനാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാകുന്നുണ്ട്. ആരെതിർത്താലും ഞാൻ ഗംഗയെ വിവാഹം കഴിക്കും, ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് അമ്മ പറയുന്നത് ഇവർ കേൾക്കുകയും വേണ്ട എന്ന് പറയാണ്. അതുകൊണ്ട് അമ്മ കൂടുതൽ ഡിമാൻഡൊന്നും വെക്കണ്ട, ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.